ഇന്ന് നല്ല ഒരു ഹാപ്പിയായ ദിവസമായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഹാപ്പിനെ തല്ലിക്കെടുത്തുന്ന വിധത്തിൽ തന്നെ ഉടനെ തന്നെ കോൺഗ്രസിന്റെ നേതാവിന്റെ ഭാഗത്ത് ചില സ്റ്റേറ്റ്മെന്റും വന്നു. ഇത് ഈ നേതാവ് എന്ന് സ്വയം പ്രഖ്യാപിച്ചൊക്കെ നടക്കുന്നവനൊക്കെ ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ കച്ചകെട്ടി ഇറങ്ങിയതാന്ന് തോന്നുന്നു. മാധ്യമ പ്രവർത്തകർ രാഹുലിന്റെ വിഷയവുമായി വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് പകരം അവിടെ ഇരുന്നിട്ട് ഈ വിടുവായിത്വവും എന്താ പറയുക വിടുവായിത്വം ഇങ്ങനെ വിളിച്ച് പറയാ. രാഹുലിനെ മത്സരരംഗത്ത് ഉണ്ടാവത്തില്ല, നടപടി എടുത്തത് ഉറച്ച ബോധ്യത്തോടു കൂടിയാണെന്ന് ചെന്നിത്തല. ഇയാൾക്ക് എന്ത് ബോധ്യം ഉണ്ടായത്? ഉറച്ച ബോധ്യോ? നിങ്ങളെയൊക്കെ ബോധ്യത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാ കോൺഗ്രസ്. അതെയാ അങ്ങനെ എല്ലാവർക്കും ബോധ്യപ്പെടേണ്ടെങ്കിൽ അണികൾക്ക് ബോധ്യപ്പെടെങ്കിൽ ആ ബോധ്യം എന്താന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ബോധ്യത്തിന്റെ പേരിൽ നടപടിയെടുക്കാൻ ഇത് നിങ്ങളെ തറവാട് സ്വത്തൊന്നുള്ള ഈ പാർട്ടി അത് മനസ്സിലാക്കിക്കോ. നിങ്ങളെ അതേ പ്രിവിലേജും കാര്യങ്ങളും ഒക്കെ രാഹുലിനും ഉണ്ട്. ആരോപണം വന്നതല്ലേ, കോടതി അത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങളാരും ഇത് വിധിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിലെ ജഡ്ജിയാ. ഇന്ന് തന്നെ ഒരു വിധി വന്നിട്ടുണ്ടല്ലോ സുപ്രീം കോടതിന്റെ. അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ വീടുമായി ഇന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറയോ? പിന്നെ ഇന്ന് കേരളത്തിനകത്ത് നിങ്ങളാക്കാനൊക്കെ അപ്പുറം ജനസമ്മിതിയുള്ളയും ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു നേതാവ് രാഹുല. പിന്നെ അവൻ മത്സര രംഗത്ത് ഉണ്ടാവുകയോ ഇല്ലെന്നും അങ്ങനത്തെ ഇട്ടൂരൊന്നും കൽപ്പിക്കണ്ട. അവൻ ജനാധിപത്യ ഇന്ത്യയിലെ ഒരു പൗരനല്ലേ. എങ്ങനെ രാഹുൽ മത്സരിച്ചൂടെ? എന്നിട്ട് ആ മനുഷ്യനെ ഇതുപോലെ വേട്ടയാടിയിട്ട് പോലും ഈ ഇവർക്കെതിരെയൊന്നും ആ മനുഷ്യനൊരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഒരക്ഷരം പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും വീണ്ടും വന്നിട്ട് അവന്റെ പേരിലേക്ക് ഇങ്ങനെ ഇട്ട് കയറിയാൻ നിൽക്കുക. ഇയാളൊക്കെ വിചാരം എന്നാ? ഇയാളല്ല ഈ പാർട്ടിന്ന് എന്ത് ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായത്? ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ പോയി ഗുജറാത്തിൽ പോയിട്ട് പാർട്ടിക്ക് 7 സീറ്റ് ഉണ്ടാക്കി കൊടുത്ത വിദ്വാനല്ലേ ഇയാള്. 77 സീറ്റിൽ നിന്ന് 7 സീറ്റിലേക്ക്. മഹാരാഷ്ട്രയിലും അത് തന്നെയല്ലേ 46 4-ാക്കി എന്നിട്ട് ഇങ്ങോട്ട് വന്നിയല്ലേ. ഇതെല്ലാം നിങ്ങളൊക്കെ ബോധ്യോ അല്ലേ? കേരളത്തിൽ അതുപോലെ മുച്ചൂടും മുടിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന. എന്നിട്ട് ഇതൊക്കെ പറയും വലിയ എന്തോ നേതാവ്. എന്ത് നേതാവ്? ഇയാളെ കൊണ്ടൊക്കെ പാർട്ടിക്ക് വല്ല നേട്ടം ഉണ്ടായിട്ടുണ്ട്? ഇന്ന് വരെ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറഞ്ഞില്ലേ, 2001 ഏകദേശം 65 സീറ്റുള്ള ഒരു പാർട്ടിയെ ഇയാളൊക്കെ കൂടിയിട്ട് ഈ 18ലേക്ക് എത്തിച്ച്. എന്നിട്ട് നേരം വെളുത്തിട്ടില്ല. എന്നിട്ട് ഇയാൾ പറയും ഞങ്ങൾ നേതാവ്. എന്ത് നേതാവ്? അണികൾ തീരുമാനിക്കൂടാ. നിങ്ങളൊക്കെ വീട്ടിലിരുത്തണോ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന അണികൾ തീരുമാനിക്കും കേട്ടാ. പാർട്ടിയിലാന്ന് പാർട്ടിയോട് കൂറുണ്ടെങ്കിൽ പാർട്ടിന്റെ ഒപ്പം നിൽക്ക്. നേതാക്കന്മാർക്ക് പല ഘട്ടത്തിലും പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്, മനസ്സിലായ? ഈ പറയുന്ന പുള്ളിക്കേര് ആരോപണം വന്നിട്ടില്ലേ? ഇനി നാളുകളിൽ വരൂല എന്ന് വല്ല ഉറപ്പുണ്ടോ? എന്നിട്ട് വലിയ സ്വയം പ്രഖ്യാപന രാജാവ്. ഇയാളാര്? ഇയാൾ അങ്ങനെ വലിയ നേതാവെന്ന് നോക്കട്ടെ. ഇവിടുത്തെ അണികളാന്ന് ഇവിടുത്തെ ഈ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ പിന്നെ എന്താ പറയാ ആത്മാവെന്ന് പറയുന്ന ഇവിടുത്തെ അണികളാ. ഈ ഉണ്ടാക്കുന്ന മാപ്രകളുണ്ടല്ലോ മാധ്യമങ്ങളും ഇതുപോലത്തെ കുറച്ച് ഉണ്ടാക്കുന്നവരും അല്ല കോൺഗ്രസ് പാർട്ടി. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. ഇയാളൊക്കെ ധാരണ ഇയാളാകും കോൺഗ്രസ്, ഇവരെയൊക്കെ ധാരണ ഉളുപ്പ് വേണം എന്ന കോടതിക്ക് പോലും ഇന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് കോടതിന്റെ. പിന്നെ അതും മാത്രം രാഹുൽ എന്നൊക്കെ റേപ്പ് ചെയ്യണമെങ്കിൽ മറ്റുള്ള ഫലമായിട്ട് പിടിച്ചു കൊണ്ടുപോകണം അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. ഉഭയകക്ഷി സമ്മതപ്രകാരം നല്ല എൻജോയ്മെന്റ് ചെയ്ത് വർഷങ്ങളോളം. അതും മാത്രമല്ല അവൻ നട്ടലാണ്. അവൻ ഒരു ഘട്ടത്തിലും അവർ നിഷേധിച്ചിട്ടുമില്ല. അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്. അത് പറയേണ്ട മേഖലയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി ചോദിച്ചു, അവിടെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു. കളവ് പറഞ്ഞോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ സ്ത്രീ അറിയത്തില്ല, അങ്ങനെ മറ്റുള്ളവർ പറയുമ്പോൾ പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വളരെ ക്ലിയർ. കാരണം എന്താ? കുറ്റം ചെയ്തിട്ടുള്ള ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനല്ല, അത് കേൾക്കുന്നവർക്കും ഉണ്ട്. അങ്ങനെയുള്ള ഒരു വിഷയത്തിന്റെ മുകളിൽ രാഹുൽ മത്സരത്തിനുണ്ടാവത്തില്ല. രാഹുൽ നമ്മൾ തന്നെയല്ലോ, അല്ല നിങ്ങൾ തന്നെ അല്ലേ? ഇയാളെ വിചാരം സത്യമായിട്ടാ പറയുന്നത്. രാഹുലിനെ തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഈ 5 എണ്ണത്തില് നിരത്തി തോൽപ്പിക്കണം. ഇനി നിയമസഭ കാണാൻ പാടില്ല. കൃത്യമായിട്ടാ പറയുന്നത്. നിയമസഭ ഇനി കാണാൻ പാടില്ല. ഈ വെട്ടകള് ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയാ?
എന്നിട്ട് പാർട്ടിന്റെ ഇമേജ് അങ്ങോട്ടാക്കി ഇങ്ങനെ രാഹുലിനെ വേട്ടയാടിയിട്ടുള്ള ഇമേജ് ഒന്നും ഈ പാർട്ടിക്ക് വേണ്ട. അതൊക്കെ ഞങ്ങൾക്കും അറിയാം. ഞങ്ങളും അരിഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. ഞങ്ങൾ വെറും പോങ്ങന്മാരൊന്നുമല്ല, മന്ദബുദ്ധികളൊന്നുമല്ല. നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരും സ്കഡ്മേശയിലും ആട്ടം ബോംബൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന വർഗങ്ങളാ നിങ്ങൾ തവിക്കുന്ന. ഞങ്ങളൊക്കെ ഷണ്ടന്മാരിന്നാ അറിയാ. ഒരു പറയട്ടെ, ഇപ്പം സംഘപരിവാർ പോലും ഇപ്പൊ ആ വിഷയം അങ്ങ് വിട്ട് അവർക്കും ബോധ്യപ്പെട്ട് ഹീവത്തകളെ പറയോ കുറികളോ അങ്ങനെയൊക്കെ എന്താക്കിനെ കുറികളാ. എടാ, സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമുണ്ടായി രണ്ടുപേരും ഒരുപാട് കുറ്റക്കാരാ. അതൊന്നും നമ്മളെ വിശ്വാക്കേണ്ട ആവശ്യമേ ഇല്ല. അതൊക്കെ ആ വഴിക്ക് അങ്ങോട്ടേ, അതൊക്കെ അവരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാ. ഇപ്പൊ നിങ്ങൾ നോക്കണം, ഈ രാഹുലിന്റെ വിഷയത്തിനെ കൂടി കോൺഗ്രസ് പാർട്ടി അടിക്കാനാ ഈ പറയുന്ന കുറെ എണ്ണം. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പരാതി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അവർക്ക് പരാതി അയക്കേണ്ട ആവശ്യം? അവരെന്താ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ വിധി പ്രഖ്യാപിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. എന്തിനാ ഇത് അയച്ചെന്നറിയോ നിങ്ങൾക്ക്? കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യിപ്പിക്കുന്നത് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കെട്ടുകഥക്ക് പറയില്ല. സോണിയക്കും ഇവർക്കും പരാതി കൊടുത്താൽ മാധ്യമങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ആക്കുമല്ലോ. അപ്പൊ ഇത് പാർട്ടിക്കാനുള്ള ദോഷം തരുത്. അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ മരക്കഴുതകൾക്കില്ലേ? കഴിഞ്ഞ് എന്നാ പറയണ്ടേ? എന്തിനാണോ നിങ്ങൾ സോണിയക്ക് അയച്ചത്? എന്തിനാണ് നിങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് അയച്ചത്? എന്തിനാണ് രാഹുൽ ഗാന്ധിക്ക് അയച്ചത്? അത് തെറ്റാ എന്ന് ഇവനൊക്കെ പറഞ്ഞു മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട്. രാഹുൽ മത്സരത്തില്ല എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇവരൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇതിനൊക്കെ നാളെ വിജയിച്ച് വന്നിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആവർത്തിച്ച് സകലമായ ദൈവങ്ങളിൽ സാക്ഷി നിർത്തിയിട്ട് പറയാ, ഇവരൊക്കെ മുണ്ടും പൊക്കി കാണിച്ച് നേരെ അപ്പുറത്തേക്ക് പോകും. കേട്ടാ? നിങ്ങൾ ചിന്തിച്ചോ? ഈ അടിമകളുണ്ടെങ്കിലാ പറയുന്നത്. എന്നിട്ട് വീണ്ടും ഇനിയിപ്പം പറയും രാഹുൽ കാർമി. എന്ത് രാഹുൽ കാർമി? രാഹുൽ അങ്ങനെ നമ്മൾ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നയാ. നമ്മളൊരു നേതാവിനെ ഇതുപോലെ ഇടതുപക്ഷവും മറ്റുള്ളവരും അവരിപ്പം വേട്ടയാടുന്നില്ല. വേട്ടയാടാൻ നോക്കുമ്പോ അതിനെതിരെ നമ്മൾ ശബ്ദിക്കുന്നതാ. അല്ല, നമുക്ക് എന്താ പറയാ, ആർമിയോ കീർമിയോ ഒന്നും ആയിട്ടൊന്നുമല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുകയും വേണ്ട. അയാളെ ചോദിക്കുമ്പോ മിണ്ടാട്ടം കൊഞ്ഞങ്ങ് മാറിപ്പോവുക. ഇയാൾ വലിയ അങ്ങിരുന്നിട്ട് അവൻ അതെ, നിങ്ങൾക്കിപ്പം രാഹുൽ മിനിയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പക്ഷെ നിങ്ങളൊക്കെ കൂട്ടം കൂടിയിട്ട് AICCക്കൊക്കെ പരാതി കൊടുത്തിട്ട് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള കോൺഗ്രസ് എന്ന വികാരത്തെ പറിച്ചു മാറ്റാൻ പറ്റൂല എന്ന് പറയുന്നത് കേട്ടണ. അതാണ് യഥാർത്ഥ കോൺഗ്രസുകാരെ. അല്ല, നിങ്ങളെപ്പോലെ എന്തെങ്കിലും സ്ഥാനങ്ങൾ കുറയുമ്പോ എന്നോട് പാർട്ടി പറഞ്ഞിട്ടില്ല, എനിക്ക് ഭയങ്കര ശങ്കരായിപ്പോയി. എങ്ങനെ ചെറുപ്രായത്തിൽ കിട്ടുന്ന സ്ഥാനം തേച്ചും കൊടുത്ത് എന്നിട്ട് തൽക്കാലം അവിടുന്ന് പ്രതിപക്ഷ നേതാവിന് അന്ന് മാറ്റിയപ്പോ ഞാൻ ശങ്കരപ്പെറ്റിപ്പോയി. എന്ത് ശങ്കരപ്പെറ്റിപ്പോയി? എന്നാണ് പറ്റിപ്പോയണ്ടേ? എന്നിട്ട് അയിനിയും താങ്ങാൻ കുറെ എണ്ണം ഉണ്ടാവുകയും ചെയ്യും. ഇതൊന്നും ഞാൻ പറഞ്ഞ ഓവറായിപ്പോ. മനസ്സിലായ? സ്വന്തം ജനിച്ചു വളർന്ന വാർഡിനകത്ത്, അത് 1500 വോട്ടുള്ള ഒരു വാർഡിനകത്ത് പാർട്ടിന്റെ ഒരു മെമ്പറെ വിജയിപ്പിക്കാൻ ഇയാൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അവിടെ BJP വിജയിച്ചിന്. മനസ്സിലായ? എന്നാൽ രാഹുൽ അങ്ങനെയല്ല. രാഹുൽ ഈ ആരോപണം മുഴുവൻ നേരിട്ടപ്പോഴും അദ്ദേഹം അവസാനം ഘട്ടം വരെ പ്രവർത്തിച്ചിട്ട് BJPന്റെ 3 സീറ്റ് കോൺഗ്രസിന് അവരുടെ ലോക്കൽ ബോർഡിൽ നേടിത്തന്നിയാ. അപ്പൊ ആർക്കാ ജനപിന്തുണ? ഞാൻ ചോദിക്കുന്നു. ഇയാളിപ്പം പിന്നെ പറഞ്ഞല്ലോ, പിന്നെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇവരൊക്കെ വിചാരിച്ച് ഇവനെ അങ്ങ് വേട്ടയാടിച്ച് അങ്ങ് ഉണ്ടാക്കി കളയാണ്. ദൈവന്റെ മോള് ദൈവം നിങ്ങൾ കേട്ടോ, ലോകത്തുണ്ടാവുക ഇതുപോലെ ആരോപണങ്ങൾ നേരിട്ടിട്ട് ഇതുപോലെ ജനപിന്തുണ കിട്ടുന്ന ഒരു നേതാവ്, ഒരു ജനകീയ നേതാവ് ഉണ്ടാവത്തില്ല. അതൊക്കെ കാണുമ്പോൾ ഇവറ്റകൾക്ക് കണ്ണുകടിയാ. നല്ല ഹാപ്പിയാണ്. ഇന്ന് നല്ല ന്യൂസാ വന്ന്. ഏത്? പിന്നെ ഈ സുപ്രീം കോടതിന്റെ ഒരു വിധി, അതിനെ തല്ലിക്കെടുത്ത വെച്ചില്ല. അപ്പോഴത്തെ എവിടുന്ന ഇതൊക്കെ ഇറങ്ങി വരുന്ന്? എന്തെല്ലാം വിഷയങ്ങൾ പറയാനുണ്ട്, ഏതെല്ലാം. ഇനി അയാളോട് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പം ഞങ്ങൾ പറയുന്ന കാര്യമല്ല, അതൊക്കെ സമയവും സന്ദർഭവും നോക്കിയിട്ട് ഞങ്ങൾ അതിന്റെ ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറയുന്നതിന് പകരം അവൻ മത്സര രംഗത്ത് ഉണ്ടാവത്തില്ല. ഇയാളോട് ചോദിച്ചില്ല ഇപ്പൊ മത്സര രംഗത്തുണ്ടാകുന്നത്. രാഹുലിനെ മത്സരിപ്പിക്കും. എന്തേ? തടയാൻ പറ്റുമോ? എന്നാ തടയ പോയിട്ട്. ഇതൊക്കെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് വേറെന്നാ? എന്നിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണമെങ്കിൽ പാർട്ടി അങ്ങ് പരാജയപ്പെട്ടോട്ടെ എന്നുള്ള ചിന്തയിലെ കൂടി വന്ന് പറയുന്നതെന്ന് നിങ്ങൾ നോക്കിയ CPMന്റെ ഞാൻ അവരെ
സമ്മതിക്കുന്നത് എന്താ പറയാ, എത്ര വലിയ ആരോപണം വന്നു കഴിഞ്ഞാലും ആകാശം മിടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് വീണാലും അവർ കോടതി കുറ്റക്കാരെന്ന് പറയുന്നവർ അവരെ കൂടെ നിൽക്കുന്ന ഒരാളെയും തള്ളി പറയത്തില്ല. മനസ്സിലായി? എന്നിട്ട് എന്താ ആ പാർട്ടി ഒളിച്ചു പോയ? ആ പാർട്ടി ഇല്ലേ കേരളത്തിനകത്ത്? ഇല്ലേ? ഒളിച്ചു പോയല്ലോ. പിന്നെ ഇവർ ഇക്കളിപ്പെടുത്തി വലിയ ജനാധിപത്യ ബോധം, വലിയ മതനിരപേക്ഷത, വലിയ ഞങ്ങൾ ഇങ്ങനെ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പ് വെച്ച തറ പോലെയായി മാറുന്നു. നിങ്ങൾ അതാ ചിന്തിക്കണ്ട്. നിങ്ങൾ ചിന്തിക്ക്. ഇവർ വലിയ ജനാധിപത്യവും പാർട്ടിന്റെ 10 കൊല്ലാതിന് പുറത്തു വെക്കുന്നത്. അത് ആരെ കഴിവുകേടാന്നുള്ള കാര്യം ആലോചിക്കട്ടെ. എന്നിട്ടും പഠിച്ചിട്ടില്ല. എന്നിട്ട് ഇവനെയൊക്കെ താങ്ങാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഉണ്ടാവുകയും ചെയ്യും. ക്ലേതാവ് ജനപഞ്ചത്ത്. എന്ത് ക്ലേതാവ്? എടാ ഇഷ്ടതി പഠിക്ക്. ഇയാൾക്കൊക്കെ ജനപിന്തുണ ഉണ്ടോ എന്ന് എന്താ പറയുക, അവനവന്റെ മനസാക്ഷിക്ക് വെക്കുക. എന്നിട്ട് ഓരോ സ്ഥലത്തും ഇയാൾക്ക് ചുമതല കൊടുത്ത മേഖല നോക്കുക. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഓരോരോ മണ്ഡലത്തിൽ കിട്ടിയ വോട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് പരിശോധിക്കുക. അപ്പം തിരിയും ആർക്കാണ് ജനപിന്തുണ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇയാളിപ്പോ അവിടെ വിജയിക്കുന്നത്, ഇതൊന്നും ഞാൻ കണക്കെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഏടാ, ഇയാളിപ്പോ വിജയിച്ചു വരുന്ന സ്ഥലമുണ്ടല്ലോ, എന്നാ മണ്ഡലത്തിന്റെ പേര്, എങ്ങനെയാ വിജയിക്കുന്നുള്ള കാര്യം ആ ഇലക്ഷൻ കമ്മീഷണർ വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് ചെങ്ങന്നൂർ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്ന വോട്ടും BJP-ക്ക് കിട്ടുന്ന വോട്ടും നോക്കുക. ഇയാൾ മത്സരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസിന് കിട്ടുന്ന വോട്ടും BJP-ക്ക് കിട്ടുന്ന വോട്ടൊക്കെ താരതമ്യം ചെയ്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ അതൊന്നും ഞാനിപ്പോ അങ്ങനെ കൂടെ പറയിപ്പിക്കരുത് ഈ മനുഷ്യ കേട്ടാ. പിന്നെ ഇതിന് ചതിയും വഞ്ചനയാണല്ലോ കൂട്ടത്തില്. പണ്ട് ലീഡറെ കൂടെ നിന്നിട്ട് ആ ലീഡറെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തു വന്നിട്ട് ആ ലീഡർക്ക് പാല പണിത വിദ്വാന്മാരാണല്ലോ ഇവരൊക്കെ. അപ്പൊ ഇതൊന്നും നമ്മളെ കൂടെ പറഞ്ഞു പറയിപ്പിക്ക കേട്ടാ. ഒരു ഉളുപ്പ്. രാജ്യത്തിന്റെ കോടതി പോലും കുറ്റക്കാരെന്ന് വിധിച്ചിട്ടില്ല. അതിന് മുമ്പ് ഇവിടെ ജഡ്ജ്മെന്റ് ആക്കി ഇവര് വലിയ. ഞാൻ അതല്ല മനസ്സിലാക്കുന്നത്. ഇയാളെ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കമന്റ് വരും. ആ കമന്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറ, അല്ലെങ്കിൽ ഏതെങ്കിലും PRO വർക്കിന് അല്ലെങ്കിൽ ആരെങ്കിലും വെച്ചിട്ട് ആ കമന്റ് ഒന്ന് വായിക്കാൻ വേണ്ടി പറ. എന്നിട്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ ഈ ടോപ്പിക് അവസാനിപ്പിക്കട്ടെ. ടോപ്പിക് സ്ത്രീകളാ പറയുന്നത്. സ്ത്രീകൾ പറയുന്നത് തന്നെ ഉണ്ട്. മനസ്സിലായ? ഇയാള് ഹരിപ്പാട് വിജയിച്ച് കയറുന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇനി ആളെ നിൽക്ക്, ഇലക്ഷൻ ആണല്ലോ വരുന്നത്. നിങ്ങൾ രാഹുലിനെ തഴഞ്ഞിട്ട് നിങ്ങൾ എത്ര പേര് നിയമസഭ കാണുന്നു ഞങ്ങൾക്ക് നോക്കാം. അവിടെ ഞങ്ങളെ പവർ എന്താന്ന് കാണിച്ചു തരാം കേട്ടാ. ഇതൊക്കെ വിചാരിക്കുന്ന അങ്ങ് ദൈവത്തിന്റെ ദൈവപുത്രന്മാർ വന്നിട്ട് വോട്ട് ചെയ്തിട്ടും ഈ ആളെ പൂട്ടിക്കൊണ്ടുപോയിട്ടൊക്കെ നീ അങ്ങ് ഉണ്ടാക്കിയിട്ട് ജയിച്ചിട്ട് അങ്ങ് പോകുന്നതിന്റെ ഒക്കെ ധാരണ അല്ലേ? ഇവിടെ സാധാരണ കോൺഗ്രസിന്റെ അണികൾ പ്രവർത്തിച്ചിട്ടാ. അവരെ വികാരത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ലെങ്കിലേ നിങ്ങളെ വീട്ടിലിരുത്താനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ പറഞ്ഞേക്കാനും ഇവിടുത്തെ അണികൾക്കും അറിയാം. മറ്റ് അവൻ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇതൊന്നുമില്ല. എന്നിട്ട് ഇപ്പോഴും എല്ലാവരും ജാമ്യവും. പിന്നെ അത് മാത്രമല്ല, ഈ കേസൊന്നും നിലനിൽക്കത്തില്ല എന്ന് ബോധമുള്ള, വിവരമുള്ള, അരിഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ആൾക്കും മനസ്സിലായി. CPM-ന്റെ ആൾക്കും മനസ്സിലായി, BJP-ന്റെ ആൾക്കും മനസ്സിലായി, കോൺഗ്രസിനകത്തുള്ള അണികൾക്കും മനസ്സിലായി. പക്ഷെ ഇവർക്ക് ഒരു 5-6 എണ്ണത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഇവരിങ്ങനെ ഇക്കൽപ്പെട്ട മാറ്റം ഞങ്ങൾ ഇങ്ങനെ ആർക്കിങ്ങനെ ആരാണ് നിങ്ങളെ ഈ വാക്ക് വില കേൾക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കമന്റ് നോക്കൂ. ഇവറ്റകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ ലൈവ് ചെയ്യുമ്പോ, കാരണം അണികൾക്ക് അവിടെയല്ലേ പറയാൻ പറ്റൂ വിയോജിപ്പ്. മറ്റ് ഇപ്പൊ ഡയറക്റ്റ് പോയി പറയാൻ പറ്റത്തില്ലല്ലോ, അത് ഒരു സ്പേസ് ഇല്ലല്ലോ. എന്നാൽ അത് കണ്ട് മനസ്സിലാക്കണ്ടേ ഇവറ്റകളൊക്കെ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിക്ഷിക്കപ്പെട്ടിട്ട് അതിൽ തർക്കമൊന്നുമില്ല. ഞങ്ങൾ ന്യായീകരിക്കത്തൊന്നുമില്ല. ഞങ്ങൾ അമ്മാവന്റെ മകനുമല്ല. പക്ഷെ പ്രശ്നം അവിടെയല്ലല്ലോ. ഒരു ക്രൈമും ചെയ്യാതെ ഇഷ്ടപ്രകാരം നല്ല കാലത്ത് അവരെന്തോ ഇപ്പൊ അവരിന്നല്ല ആരേത് ചെയ്യാത്ത അത് കോടതി കൃത്യമായി പറഞ്ഞില്ലേ. ഇഷ്ടപ്രകാരമൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം പിന്നെന്തെങ്കിലും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സ്വരചേർച്ച ഉണ്ടാകുമ്പോഴോ വന്നിട്ട് ഇതുപോലെ തന്നെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആശങ്കയോടുകൂടിയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത്. അതുമാത്രം അങ്ങനെ ഒരു പരാതി വന്നാൽ കൃത്യമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം കേസെടുക്കാൻ പാടുള്ളൂ. ഒന്നുപോലും ഇന്ന് വിധി വന്നിട്ടും ഇയാൾക്കതൊന്നും മനസ്സിലായിട്ടില്ല. ഇയാൾ ഇപ്പോഴും വന്നിട്ട് വിധി അങ്ങ് അവർകളാൻ വേണ്ടിയിട്ട് ഇയാള് എന്തോ സംഭവം. എന്ത് സംഭവം? ഇവിടെ ബുദ്ധിയുള്ളവൻ ചിന്തിക്കൂ. നിങ്ങളൊക്കെ പാർട്ടിയെ കൊല്ലുക ഒരാളെ പോലും നിങ്ങൾക്ക് ഈ പാർട്ടിയിലേക്ക് എന്താ പറയുക വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ പാർട്ടിയിലേക്ക് വിവരമുള്ളവൻ ചിന്തിക്കൂ.
തെന്നല ബാലകൃഷ്ണപിള്ള സാറ് ഇവറ്റകളുടെ കയ്യിലേക്ക് പാർട്ടി കൊടുക്കുമ്പോൾ 65 സീറ്റ് ഞങ്ങൾക്ക് നല്ല വോട്ടിംഗ് ശതമാനമുണ്ട്. മനസ്സിലാക്കണം. അതിന് ഇവറ്റെന്തെങ്കിലൊക്കെ കൈ കൊടുത്തിട്ട് ഇവിടെ ഇന്ന് ഈ വാർത്താ സമ്മേളനം വെച്ച് രാഹുലിനെ കുറ്റം പറയുമ്പോൾ എത്രയായില്ലെന്നറിയാ? 18 സമാനങ്ങൾ. എന്നിട്ട് ഇവൻ പറയൂ ഞാൻ ആ പാർട്ടിയെ വളർത്തി, ഞങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്ത് സംഭാവന നിങ്ങൾ നല്ലോണം പാർട്ടിയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ചൊള എണ്ണി വാങ്ങിക്കുന്നുണ്ട്. മനസ്സിലായ? ലക്ഷക്കണക്കിന് ചൊള എണ്ണി വാങ്ങിച്ചിട്ട് തന്നെയാണ് പാർട്ടിക്ക് ബന്ധപ്പെട്ട് ഔദാര്യമൊന്നുമല്ല. ഒരു ജോലി ചെയ്യുമ്പോൾ ശമ്പളം വാങ്ങിക്കുന്നില്ല നിങ്ങൾ ഇല്ലേ? ഞങ്ങൾ വല്ലാതെ പോരാട്ടം. എന്ത് പോരാട്ടം നടത്തിയേ? പോലീസിന്റെ അടി കിട്ടിയാ? അല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താ പറ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റു എതിരാളികളെ കൊണ്ട് എന്തെങ്കിലും ഒരു ആക്രമണം നിങ്ങൾ നേരിട്ടില്ല? അതൊക്കെ സാധാരണക്കാരനാ. 100 കണക്കിന് സാധാരണക്കാരന്റെ കുടുംബത്തിലും മക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇന്നും വിങ്ങുന്ന മനസ്സാൽ നിൽക്കുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അവര് പറയട്ടെ ഞങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ മക്കളെങ്കിലും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് പറയും. അല്ലാതെ നിങ്ങളൊക്കെ കതറൂട്ട് കുളിച്ചു വന്നിട്ട് ഉള്ള പാർട്ടി നല്ല ചൊളയെണ്ണി വാങ്ങിച്ചിട്ടും ലോകം അറിയുന്ന നേതാവായിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ പാർട്ടിക്ക് അങ്ങനെ ചെയ്ത്, ഞാൻ പാർട്ടിക്ക് ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ വിവരമുള്ളവരുണ്ടല്ലോ ഇനി ഇതൊക്കെ ചോദ്യം ചെയ്യും. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. നിങ്ങൾ ഈ പറയുന്ന അങ്ങനെ തൊണ്ട തൊടാതെ വിഴുകുന്ന കാലമൊക്കെ കഴിഞ്ഞ് കമ്പ്യൂട്ടർ യുഗമായി. മനസ്സിലാ? ചിന്തിക്കുന്ന ഇപ്പൊ എല്ലാ മക്കളും ചിന്തിക്കും. മനസ്സിലാ? എന്നിട്ടും പാവടി നിനക്ക് ഒരു കുറവുമില്ല. ഞാനിത് പറയേണ്ടി വന്നത് വീണ്ടും വീണ്ടും രാഹുലിന്റെ ബാക്കിട്ടിട്ട് ഇവറ്റകൾ കയറുക. മറ്റുള്ളവർക്കല്ല പ്രശ്നം, ഇവറ്റകൾക്കാ പ്രശ്നം. ഇവറ്റകളെ വിചാരം ഇവറ്റകളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പാർട്ടി വേണ്ട, ഇതങ്ങ് നശിച്ചു പൊക്കോട്ടെ എന്നാണ് ഇവറ്റകളെ ചിന്ത. അതുകൊണ്ടായിരിക്കും. മറ്റൊന്ന് എത്ര രസമുണ്ടോ രാഹുലിന്. അവൻ ക്രൈം ചെയ്തിട്ടില്ല, പാർട്ടിയിലേക്ക് തിരിച്ചെടുത്ത് അവൻ സീറ്റ് അവിടെ മത്സരിക്കാൻ കൊടുത്ത്. ഇവരെന്തിനാ മറ്റുള്ളവരുടെ വാക്ക്, ഇടതുപക്ഷത്തിന്റെയും BJPന്റെയും വാക്കത്തിന് കേൾക്കുക? അവരെ ഇത് കേട്ടിട്ട് ഇവര് കോൺഗ്രസ് ഇവിടെ പ്രവർത്തിക്കണ്ടേ? അറിയോ? അവറ്റകളെ ഇനിയും പറയൂ. അത് ആ വഴിക്ക് അങ്ങ് തള്ളി വിട്ടേക്കുക എന്നല്ലാതെ. എന്നിട്ട് ഇവന്റെ ഞാൻ പാർട്ടിന്റെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഇത് വെച്ചിട്ട് പാർട്ടിക്ക് അങ്ങ് വലിയ ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കണ്ട. മനസ്സിലായ? ഇനിയിപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനി ഭരണം എങ്ങനെയാലും കിട്ടും, അത് ഉറപ്പാ. മനസ്സിലായത്? നല്ല സഖാക്കന്മാരും കോൺഗ്രസിൽ വോട്ട് ചെയ്യും. അതുകൊണ്ടാണല്ലോ പഞ്ചായത്ത് ലോക്കൽ ബോർഡ് ഇലക്ഷനിലൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടാ, നിങ്ങളെ വിളിക്കേണ്ടിട്ടാ. ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ പോയിട്ട് ഒരാളും എത്തി നോക്കാതെ ചില പഞ്ചായത്തിലടക്കം ഞങ്ങൾക്ക് വിജയ് പ്രതീക്ഷ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? അത് ഈ ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് കൊണ്ട് സഖാക്കന്മാരടക്കം ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് അല്ലേ? അതുപോലെ നിയമസഭയ്ക്ക് കുത്തുണ്ടാവും. അത് നിങ്ങളെ മിടുക്കൊന്നാക്കി അങ്ങ് കണക്കാക്കണ്ട കേട്ടാ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ചെറിയ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ പറഞ്ഞതാ ഈ മൊട്ട മാധ്യമത്തിന്റെ ഇതെല്ലാം കണ്ടിട്ട് ഈ വറ്റകൾ എന്താ പറയുന്നത്, ഈ മാമലൊക്കെ എന്താ പറയുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് ഈ വറ്റകൾക്ക് മനസ്സിലായിട്ടില്ല. മത്സരിക്കാൻ മത്സര രംഗത്തുണ്ടാവൂല. നാളെ രാഹുൽ രാവിലെ നാളെ ഉഗാണ്ടയിലേക്ക് അങ്ങ് നാട് വിടും. മത്സരിക്കുകയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. കേരളത്തിന്റെ നിയമസഭക്കകത്ത് ഉണ്ടാകുകയും ചെയ്യും. രാഹുൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ വിജയിപ്പിക്കാനും ഞങ്ങൾക്കറിയാം. മനസ്സിലായ? നിന്നെയൊക്കെ ഇതുപോലെ പറയുന്ന പാർട്ടിക്കകത്ത് നിന്നിട്ട് സ്വന്തം പരസ്പരം കുതികാൽ വിട്ടുന്നതിനെ വീട്ടിലിരുത്താനും ഇതേ അണികൾക്കറിയാം. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. അല്ലാതെ സ്വയം പ്രഖ്യാപിത രാജാവിന്റെ ഇനി ആവണ്ട, കാലം കഴിഞ്ഞു പോയി. അതൊക്കെ 24 മണിക്കൂർ ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയമുണ്ട്. ഒരു മാധ്യമങ്ങൾക്കും ചർച്ച ചെയ്യണ്ട. എന്നിട്ട് ഇന്ന് മുതലായി സോണിയാഗാന്ധിക്ക് പരാതി കൊടുത്ത്, പ്രിയങ്ക ഗാന്ധിക്ക് പരാതി കൊടുത്ത്, രാഹുൽ ഗാന്ധിക്ക് പരാതി കൊടുത്ത്, അതിജീവിത എന്ത് പരാതി കൊടുക്കട്ടെ? അവരെന്താ ഇപ്പൊ തീർപ്പേൽപ്പിക്കോ? ഇത് എന്തിന് അങ്ങനെ പറഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തെ മോശമാക്കണം മാധ്യമങ്ങൾക്കടക്കോ? മനസ്സിലായ? അതെന്ന് അങ്ങനെ മാധ്യമങ്ങൾ പറയുമ്പോ ഈ പറയുന്നവനിക്ക് പറഞ്ഞൂടെ എന്തിനാണോ അവിടെ കൊടുക്കുന്നത്? അവർക്ക് നീതിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് നീതി വ്യവസ്ഥ ഉണ്ട്. അവിടെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ അത് കേസിട്ട് FIR ഇട്ട് കോടതിക്കകത്ത് ഉണ്ടല്ലോ. പിന്നെ എന്തിനാണോ അവിടെ കൊണ്ടുപോയിട്ട് ദേശീയ തലത്തിൽ കൊടുക്കുന്നത് എന്ന് ചോദിക്കാൻ ഒരു നട്ടല് ഇവറ്റകൾക്കുണ്ടോ? ഏതെങ്കിലും ഒരുത്തനിക്കുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ നോക്കരുത്. നിങ്ങൾ എന്നിട്ട് ഇവര് കോൺഗ്രസ് ഞാൻ അവിടെ മത്സരിക്കൂ, ഞാൻ പാർട്ടി പറഞ്ഞ ഇവിടെ മത്സരിക്കൂ. എന്ത് മത്സരിക്കുക?
ആദ്യം പാർട്ടിയെ സ്നേഹിക്കാൻ പഠിക്കുക. പാർട്ടിന്റെ ഒപ്പം നിൽക്കുക. ആദ്യം വെറും അധികാരത്തിന് വേണ്ടിയിട്ട് നിന്നിട്ട് അധികാരത്തിൽ നിൽക്കുന്നിട്ട് മേലിൽ പോലീസ് ഭംഗിവാക്കുക. ഞാൻ പാർട്ടി കോൺഗ്രസ്സുകാരന്, ഞങ്ങൾക്ക് കോൺഗ്രസ് എങ്ങനെയാന്ന് പറയും. എന്നിട്ട് അതിൽ സീറ്റാത്തം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പാർട്ടിക്കെതിരെയുള്ള പുലിയായിട്ട് തേച്ചുണ്ടാവും. ഞാൻ സംഭാവന ചെയ്തില്ലേ, ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞില്ലേ, ഞങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ചിരിച്ചോ എന്ന് പറഞ്ഞ് പിന്നെ പാർട്ടിക്ക് കുറ്റായി. ഇവറ്റകള് നിങ്ങൾ നോക്ക്, ഞാൻ പറയുന്ന കളവാണെങ്കിൽ നിങ്ങൾ പാർട്ടിയോട് കൂറുള്ള, പാർട്ടിയോട് ഐഡിയോളജി നിൽക്കുന്നവർ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. ഇവറ്റകള് എനിക്കോ നിങ്ങൾക്കോ ഈ പാർട്ടി വിട്ട് പോകാൻ കഴിയത്തില്ല. കാരണം ഞങ്ങൾ പാർട്ടിക്ക് അങ്ങോട്ടാണ് കൊടുക്കുന്നത് കാശുകൾ, മനസ്സിലായി. എന്നിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാ അങ്ങോട്ട് കൊടുത്തിട്ട് മറ്റുള്ളവന്റെ വായിലത് എറിയും കേട്ടിട്ട്. ഇവറ്റകൾ അങ്ങനെയല്ല, ഇങ്ങനെ കെട്ടുകണക്കിന് കിട്ടണം. ഇവറ്റകൾക്ക് മാത്രം, ഇവറ്റകളുടെ കുടുംബത്തിലുള്ള ആൾക്കും അവർ പറയുന്ന സ്ഥാനത്തേക്ക് കൊടുക്കണം, സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് ചൊളയം എടുക്കും, എന്നിട്ട് അവൻ നിന്നിട്ട് ബാധടിക്കുക. ഞങ്ങൾ അങ്ങനെയല്ലേ, ഞാൻ ചിന്തിക്കും. എന്നിട്ട് അത് കേട്ടിട്ട് അതിന് ചിന്താവാദം വിളിക്കാൻ കുറെ എണ്ണം. എന്താ അവനെ നീ പറഞ്ഞത് നിശ്ചിട്ട് കുറെ എണ്ണം വരും ഇങ്ങോട്ടേക്ക്. നിങ്ങൾ ചിന്തിക്ക്. ഇപ്പൊ ഈ ഇലക്ഷൻ ഇതിപ്പോ മുഖ്യമന്ത്രി നിങ്ങൾ നോക്കണേ, നിങ്ങൾ നോക്കി. മിനിയാന്ന് ഈയിടക്ക് ഒരു മാധ്യമ പ്രവർത്തക ഈ VD സതീശന്റെ പ്രവർത്തനത്തോട് കുറച്ച് യോജിപ്പുള്ളത് കൊണ്ട് വലിയ ഹൈപ്പുണ്ട്. അത് ഇപ്പൊ VD സതീശന്റെ പെയ്യാറും കിയാറും ഒന്നുമല്ല. ഇപ്പൊ രാഹുലിനുള്ളതുപോലെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നതാണ്. അപ്പൊ ഈ പുള്ളിനോട് ചോദിച്ചു, അപ്പൊ അത് PR അങ്ങനെ ആരെക്കൊണ്ട് ആർക്കൊക്കെ പറയിപ്പിക്കാം. ഇയാളും ഉള്ളിലിരിപ്പ് നോക്കണം. പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെയും ഇയാൾ ചെയ്തില്ലേ. എന്നിട്ട് ഇയാൾക്ക് എന്തൊരു മന്ത്രിസ്ഥാനങ്ങൾ നേരെ പെരുന്നയിലേക്ക് ഓടുക. എന്നിട്ട് അവിടെ പോയിട്ട് സുകുമാരൻ നായരെ കൊണ്ട് പറയിപ്പിക്കുക. എന്നിട്ട് താക്കോല് കൊടുക്ക്, പൂട്ട് കൊടുക്ക്. എന്നിട്ട് പൂട്ടും മേടിച്ച് താക്കോലും മേടിച്ച് പാർട്ടി പോ. അതിനോടുകൂടി പാർട്ടിന്റെ ശനിയും വന്ന് 10 വർഷമായിട്ട് പുറത്താ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയെങ്കിലും മെല്ലെ പിച്ച വെച്ചിട്ട് ആ ചത്തുകിടന്ന കോൺഗ്രസിലെ ഈ രാഹുലും ഷാഫിയും ഒക്കെ കൂടി ഒന്ന് ലേശം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ജീവൻ വെപ്പിച്ച് ഇന്ന് അധികാരത്തിലേക്ക് പോകാൻ നോക്കുമ്പോ ഇതാ തുടങ്ങി ഇവറ്റകളെ മറ്റേ പരിപാടി തുടങ്ങി. വീണ്ടും പഠിച്ചത് മറക്കൂലല്ലോ മരണം വരെ. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെ മനസാക്ഷിക്ക് ഞാൻ വിട്ടുകയറിയ, നിങ്ങൾ തീരുമാനിക്കുക. ഇനി ആരൊക്കെ പാർട്ടി എങ്ങനെയല്ല അധികാരത്തിൽ വരും. ഞങ്ങൾ 85 സീറ്റിലേക്ക് ഏകദേശം മത്സരിക്കുന്നുണ്ട്. അതിൽ 5 സീറ്റ് ഇനി നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, പാർട്ടി നിലനിൽക്കണം എന്നുണ്ടെങ്കിലാണ് പറയുന്നത്. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലാതെ കോൺഗ്രസിന് ഒത്തരമേലെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇവറ്റകളെ കുറച്ച് ഒരു 3-4 എണ്ണത്തിന് വീട്ടിലിരുത്തേണ്ടതുണ്ട്. മറ്റ് ഇവറ്റകൾ സ്വയം ഒഴിഞ്ഞു പോകത്തില്ല, മനസ്സിലാ. പിന്നെ AICCക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. ഒരു സ്റ്റേറ്റിന്റെ കാര്യമൊന്നും അവർക്ക് അറിയത്തൊന്നുമില്ല, മനസ്സിലായ. പിന്നെ ഈ പാർട്ടി നശിച്ചു പോയാലും ഇവറ്റകൾക്ക് ഒരു പ്രശ്നവും ഇല്ല. കാരണം ഇവറ്റകൾക്ക് നേടാനിലൊക്കെ നേടി 4 തലമുറ ഇരുന്ന് ജീവിക്കേണ്ട സമ്പാദ്യവും സ്വത്തുക്കളൊക്കെ ഈ പാർട്ടിനെ കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്ത്, മനസ്സിലായ. അപ്പൊ അവറ്റകൾക്കും പ്രശ്നമല്ല. അപ്പൊ ഇത് ആർക്കാ വിഷയം? ഈ പാർട്ടി ഇല്ലാണ്ടായാലും സാധാരണക്കാരനായ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശേഷം വരുന്ന യുവതലമുറകൾക്കൊക്കെ ഈ പ്രസ്ഥാനം ഇല്ലാഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്, മനസ്സിലായ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം തൽക്കാലം ഞങ്ങൾക്ക് 1, 2, 3, 4 എണ്ണത്തിനും വീട്ടിലിരുത്തി കഴിഞ്ഞാലും കോൺഗ്രസിന് നഷ്ടമൊന്നും വരൂല. കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും. കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യും, മനസ്സിലായ. അല്ലാതെ ഇവറ്റകളുള്ള കാലത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഈ എന്താ പറയാ, ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കേണ്ട കാര്യമായിട്ടും മറ്റുള്ളവരൊക്കെ ഇതിനെ മറന്ന് അങ്ങ് പോകുമ്പോ ഇവറ്റകൾ വന്നിട്ട് വീണ്ടും കാലത്ത് വന്നിട്ട് ഇത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ നിൽക്കുക. എന്നിട്ട് അതിനങ്ങ് പൊലിപ്പിക്കുക. എന്നിട്ട് ആദ്യം സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അതിനെ കൂടി പാർട്ടിനെ വേട്ടയാടാൻ വേണ്ടി മാധ്യമങ്ങൾ വരിക. ഇതൊക്കെ അപ്പൊ ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിവെട്ടകൾക്ക് വേണ്ടേ? അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആറ്റി പുറത്താക്കണ്ടേ? ആ ഒറ്റ പ്രാവശ്യം ഒരു മറുപടി കൊടുത്താൽ പിന്നീട് ചോദിക്കുന്നത് ഈ കോലം കൊണ്ട് പിടിച്ചു വരത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ കുറെ അങ്ങനെ സംഭാവന ചെയ്തില്ലേ, ഇങ്ങനെ സംഭാവന ചെയ്ത നേതാവ് അതൊന്നും പറയണ്ട. അപ്പൊ എന്താ ഞാൻ പറയുന്നത്, പണ്ടാരോ പറയും പേനെടുത്താൽ ഈര് കൂലി എന്ന് പറഞ്ഞ പോലെ ഇവറ്റകളൊക്കെ ഈ കതറിട്ട് വന്നിട്ട് ഈ വാനടിക്കുന്ന ഇവറ്റകളൊക്കെ എന്തെങ്കിലും പാർട്ടിക്കകത്ത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തക്കതായിട്ടുള്ള പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ട്. ആ പ്രതിഫലം കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങിയ ചരിത്രം ഈ പാർട്ടിക്കകത്തുണ്ട്. പക്ഷേ സാധാരണക്കാരൻ എനിക്കോ നിങ്ങൾക്കോ എന്റെ ശബ്ദം ശ്രമിക്കുന്ന സാധാരണക്കാരനോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ബന്ധം പോലും ഉണ്ടാവത്തില്ല. ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനം നിലനിൽക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനിതങ്ങ് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.